അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങൾക്ക് കാക്കൊല്ല പരീക്ഷയിലെ ആദ്യത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാനാണ്. ദുറൂസുൽ ഇഹ്സാന് 5 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ ഒന്നാമത്തെ പാഠം നോക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനു മുമ്പ് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളെല്ലാവരും, അതായത് 5ാം ക്ലാസ്സുകാരൊക്കെ കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിലായിരുന്നു. 4ാം ക്ലാസ്സിൽ നിങ്ങൾ ഭയങ്കര ആവേശത്തിലാണ് എല്ലാം പഠിച്ചെടുത്തത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചാനലിൽ 4ാം ക്ലാസ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വന്ന് കാണുകയും പിന്നെ പഠിക്കുകയും എനിക്ക് നല്ല മാർക്ക് കിട്ടി എന്നൊക്കെ പറയുകയും ചെയ്യുന്ന അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. നന്നായി നിങ്ങൾ പഠിച്ചിരുന്നു. 5ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആവേശം നഷ്ടപ്പെട്ടു പോയോ? എന്താണ് എനിക്കറിയില്ല. ഞാൻ ലിസാനുൽ ഖുർആനിൻ്റെ 3-4 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും അങ്ങനെ 4ാം ക്ലാസ്സിലെ അത്ര ഉഷാറിൽ പോലെ 5ാം ക്ലാസ്സിലെ ആ ലിസാൻ്റെ വീഡിയോ ഒന്നും പഠിക്കുന്നില്ല, കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വേറെ ആരോ കാണാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക. അതാണ് ഇഖ്ലാസ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ സഹായിച്ചു കൊടുക്കുകയാണ്. ഒരാളിങ്ങനെ ബുദ്ധിമുട്ട്, സാധനങ്ങളൊക്കെ എടുത്ത് നടക്കാൻ അയാൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അയാളെ കൈ പിടിച്ച് അയാളുടെ സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിൽ വാങ്ങി നമ്മൾ അയാളെ സഹായിച്ചു കൊടുത്തു. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ ഞാൻ അയാളെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ ഒരു SP ആവാൻ, ഒരു സ്വയം പുകഴ്ത്തിയിട്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ആവില്ലേ, പുളിയാവുക നമ്മൾ പറയും പഴയ മലയാളത്തിൽ. അങ്ങനെ കുഞ്ഞാപ്പു ആവാൻ പാടില്ല. അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോണത്. പിന്നെ എന്തായിരിക്കണം? നമ്മൾ അതും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഇഖ്ലാസ്? നമ്മൾ ആദ്യം പഠിക്കണം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ, അപ്പോൾ അതുവരെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണല്ലോ, നമുക്കറിയാം. അപ്പോൾ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി. എന്താ പ്രീതി പറഞ്ഞാൽ? പ്രീതി പറഞ്ഞാൽ ഇഷ്ടം, തൃപ്തി, പൊരുത്തം എന്നൊക്കെ അർത്ഥം. അപ്പോൾ നമ്മുടെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അതായത് നമ്മൾ അള്ളാഹുവിനെ നിസ്കരിക്കുമ്പോൾ, നോമ്പ് നോൽക്കുമ്പോൾ, മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ഉദ്ദേശം എന്തായിരിക്കണം? അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടണം. വേറെ ഒന്നും വേണ്ട. ഇന്ന ആര് പുകഴ്ത്തി പറഞ്ഞാലും എനിക്ക് പുകഴ്ത്തി പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അതാണ് ഇഖ്ലാസ്. അപ്പോൾ എന്താണ് ഇഖ്ലാസ്? അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. പഠിച്ചില്ലേ? ഇനി ഇവിടെ പരീക്ഷ. അപ്പോൾ ഇഖ്ലാസ് എന്താണെന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം, നമ്മുടെ സർവ്വ പുണ്യകർമ്മങ്ങളും ഡാഷ് ലക്ഷ്യമാക്കി മാത്രമായിരിക്കണം. എന്താണ്? റബ്ബിൻ്റെ പ്രീതി. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സർവ്വ പുണ്യകർമ്മങ്ങളും ഡാഷ് ലക്ഷ്യമാക്കി മാത്രമായിരിക്കണം. റബ്ബിൻ്റെ പ്രീതി. റബ്ബിൻ്റെ പ്രീതി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, റബ്ബിൻ്റെ പൊരുത്തം. ഇനി അടുത്തത് ഈ ആയത്താണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഈ ആയത്ത് ഇതുപോലെ കാണാതെ പഠിക്കണം. അതിൻ്റെ അർത്ഥവും എന്താണ്? ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടില്ല. അതായത് നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആരാധിക്കുമ്പോൾ, അള്ളാഹുവിനുള്ള ഇബാദത്ത് ചെയ്യുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് അവിടെ പറയണത്. ഇനി നോക്കുക, നമ്മുടെ അമലുകൾ ജനങ്ങൾ കാണാനോ അവരുടെ പ്രശംസ നേടാനോ ആയിരിക്കരുത്. അപ്പോൾ ഇവിടെ പൂരിപ്പിക്കാൻ വരികയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും: നമ്മുടെ അമലുകൾ ജനങ്ങൾ കാണാനോ ഡാഷ് ആയിരിക്കരുത്. എന്താ? അവരുടെ പ്രശംസ നേടാനോ. അടുത്തത്, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതൽ. നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി ആയിരിക്കണം. ഇതും പൂരിപ്പിക്കാൻ തന്നെ വരിക. അതായത് നമ്മുടെ പഠന ലക്ഷ്യം ഡാഷ് ആയിരിക്കണം, അള്ളാഹുവിൻ്റെ പ്രീതി. മറ്റൊടുത്ത് അതേ പിന്നെ റബ്ബിൻ്റെ പ്രീതി. അവിടെ റബ്ബിൻ്റെ എന്നാണ്, ഇവിടെ അള്ളാഹുവിൻ്റെ എന്നാണ്, ഒക്കെ ഒരേപോലെ തന്നെ. ഇനി അടുത്തത് ഈ ബൈത്ത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅതി ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. എന്താണ് ആ പാട്ടിൽ എന്താ പറയുന്നത്? അതായത്
നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതല്ലാതെ മറ്റൊന്നും നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല. അതാണ് അവിടെ പറയുന്നത്. ഇനി ഈ ഇഖ്ലാസ് 3 വിധം ഇഖ്ലാസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി. 1-ാം നമ്പർ, 2-ാം നമ്പർ, 3-ാം നമ്പർ, ഇങ്ങനെ 3 ക്വാളിറ്റികളിൽ എന്തുണ്ട്? ഇഖ്ലാസ് ഉണ്ട്. 1-ാം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയോ? ഫസ്റ്റ് ഏറ്റവും ടോപ്പ്, ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഇതാണ്: അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ്, ഫസ്റ്റ്, പ്രീമിയം ലെവല്, ഫസ്റ്റ് ഏറ്റവും നല്ല ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക. അതാണ് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ്. പഠിച്ചില്ലേ? ഇത്ര ഇവിടെ പഠിക്കാനുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് പഠിക്കുക, അഥവാ 2-ാം സ്ഥാനം. ഇഖ്ലാസിലെ 2-ാം സ്ഥാനം ഏതിനാ? അള്ളാഹുവിൻ്റെ പ്രതിഫലം, ശിക്ഷയിൽ നിന്നുള്ള മോചനം ആഗ്രഹിച്ചു കൊണ്ടുള്ള ഇബാദത്ത്. ഏതാണ്? അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളെ നരകത്ത് കടത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ ചെയ്തത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആരാധന ചെയ്യുക. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് ഈ നിസ്കാരം കൊണ്ട് സ്വർഗം കിട്ടണമെന്ന് ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ സഹായിക്കും, പിന്നെ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, അത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സഹായിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ചെയ്യുന്നതിന് അതാണ് 2-ാം സ്ഥാനത്തുള്ള ഇഖ്ലാസ്. അപ്പോൾ എന്താണ് 2-ാം സ്ഥാനത്തുള്ള ഇഖ്ലാസ്? അള്ളാഹുവിൻ്റെ പ്രതിഫലവും ശിക്ഷയിൽ നിന്നുള്ള മോചനവും ആഗ്രഹിച്ചു കൊണ്ടുള്ള ഇബാദത്ത്. പഠിച്ചില്ലേ? അള്ളാഹുവിൻ്റെ പ്രതിഫലവും ശിക്ഷയിൽ നിന്നുള്ള മോചനവും ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇബാദത്ത്. ഇനി മൂന്നാം ഇഖ്ലാസ് നോക്കുക. 3-ാം ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന്. എന്താ ഐശ്വര്യവാനാകുക പറഞ്ഞാൽ? അതായത് ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകുക പറഞ്ഞാൽ ജനങ്ങളെ നമുക്ക് ആവശ്യമില്ല, നമ്മൾ അവരെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ട ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ 3-ാം സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അതിൽപ്പെട്ടതാണ് ദാരിദ്ര്യം വരാതിരിക്കാൻ. അതായത് നമ്മൾ പാവപ്പെട്ടവനാവാതിരിക്കാൻ വേണ്ടി എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതുക. ഇദാ വഖഅത്തിൽ വാഖിയ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് എല്ലാ രാത്രിയും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഓതും. അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്താ? നമ്മളെ മനസ്സിലെ ഉദ്ദേശം ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കണം എന്നാണ്. അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിയോ സ്വർഗം കിട്ടണമെന്നൊന്നും നമുക്ക് ഉദ്ദേശമില്ല. ഉള്ളിൽ ഉദ്ദേശം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ പാവപ്പെട്ടവനാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ വാക്യ ഓതുന്നത്. എന്നാൽ അതും ഇഖ്ലാസ് തന്നെയാണ്. അത് ഫസ്റ്റ് ക്വാളിറ്റി അല്ല, സെക്കൻഡ് ക്വാളിറ്റി അല്ല, തേർഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അതായത് ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണം എന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ. എന്താണ് 3-ാം സ്ഥാനത്തുള്ളത്? ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യൽ ദുനിയാവിൽ. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ദാരിദ്ര്യം വരാതിരിക്കാൻ ഓതേണ്ട സൂറത്ത് ഏതാണ്? എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതുക. അപ്പോൾ തിരിച്ചു ചോദിക്കും, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതിയാലുള്ള ഗുണം എന്താണ്? ദാരിദ്ര്യം വരാതിരിക്കും. ദാരിദ്ര്യം കണ്ടില്ലേ? അടുത്ത് 40 ദിവസം ഇഖ്ലാസോട് കൂടി അമലുകൾ ചെയ്താൽ ഹിക്മത്തുകളുടെ അരുവികളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് വേറൊരു ഉപകാരമാണ്. അതായത് ഇഖ്ലാസിൻ്റെ ഗുണം എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ഉത്തരമാണിത്. 40 ദിവസം ഇഖ്ലാസോട് കൂടി അമലുകൾ ചെയ്താൽ എന്താ അള്ളാഹു നമുക്ക് തരുന്നത്? ഹിക്മത്തുകളുടെ അരുവികൾ. ഹിക്മത്ത് പറഞ്ഞാൽ കുറേ അറിവുകൾ. അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്കറിയാത്ത കുറേ അറിവുകൾ ഉണ്ടാവുമല്ലോ. ആ അറിവുകളുടെ അരുവികൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാ അമലുകളും ഇഖ്ലാസോട് കൂടി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചോദ്യം നോക്കാം. ഇഖ്ലാസ് എന്നാൽ എന്ത്? എന്താ ഉത്തരം? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അടുത്ത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണ്? ഇതാ, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നതാണ് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ്. അടുത്ത സൂറത്തുൽ വാഖിയ ഓതിയാലുള്ള നേട്ടം എന്താണ്? ദാരിദ്ര്യം വരാതിരിക്കും. കണ്ടില്ലേ? ദാരിദ്ര്യം വരാതിരിക്കാൻ. അടുത്തത് ഹിക്മത്തിൻ്റെ അരുവികളെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കും. ആർക്ക്? 40 ദിവസം 40 ദിവസം ഇഖ്ലാസോട് കൂടി അമലുകൾ ചെയ്താൽ. അടുത്തത് പൂരിപ്പിക്കാൻ, അഖ്ലിസ് വദ അല്ല, ആ ബൈത്ത് പൂരിപ്പിക്കാൻ.
ആശയതൻ ഒമാ ഉമിറു ഇല്ലാലി അബ്ദുല്ലാഹു മുഖ്ലിസീൻ ലഹുദ്ദീൻ. എന്താണ്? ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടില്ല. ഇനി നമ്മൾ രണ്ടാം പാഠത്തിലേക്ക് പോവാം. രണ്ടാം പാഠത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തഖ്വ അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് തഖ്വ? ഇവിടെ പൂരിപ്പിക്കാനുണ്ട്. എന്താ? ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെ ഓർക്കുകയും അവൻ ഇഷ്ടപ്പെടും വിധം തഖ്വ ഉള്ളവരായി നാം ജീവിക്കണം. അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത എങ്ങനെ? ഏത് സാഹചര്യത്തിലും ഡാഷ് വിധം, ഏത് വിധത്തിലാണ് ജീവിക്കേണ്ടത്? അള്ളാഹുവിനെ ഓർക്കുകയും അവൻ ഇഷ്ടപ്പെടും വിധം തഖ്വ ഉള്ളവരാവണം. ഇനി എന്താണ് തഖ്വ? അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ പാഠത്തിൽ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. പഠിച്ചില്ലേ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക, നിരോധിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതെന്താ? വെടിയാറിനെ ഒഴിവാക്കുക. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. പഠിച്ചു. ഇനി ഇതെന്തായാലും പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വരും. 100% ഉറപ്പാകാൻ സാധ്യതയുണ്ട്. അല്ല, 100% ഉറപ്പാണ് ഇത് വരുന്നുള്ളത്. ഇന്നക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. എന്താണ്? ഇന്നക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. എന്താ അതിൻ്റെ അർത്ഥം? തീർച്ചയായും, നിശ്ചയം എന്നാണ് തീർച്ചയായും, ഓഫ് കോഴ്സ്, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ, ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ആദരവുള്ള ആളാരാണ്? നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. അപ്പോൾ ഏറ്റവും തഖ്വ ഉള്ള ആളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ബഹുമാനമുള്ള ആൾ, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ള ആൾ. അത് പഠിച്ചില്ലേ? അടുത്ത് തഖ്വല്ലിലാഹി മദാറു കുല്ലി സഅദതി വതിബാഉ അഗ്വാർ സുശരി ഹബായില. എന്താണ്? എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തഖ്വയാണ്. എല്ലാ വിജയത്തിൻ്റെ അടിസ്ഥാനം തഖ്വയാണ്. എന്നാൽ പരാജയത്തിൻ്റെ അടിസ്ഥാനം എന്താ? അതും പഠിക്കണമല്ലോ. വിജയത്തിൻ്റെ അടിസ്ഥാനം തഖ്വയാണെങ്കിൽ പരാജയത്തിൻ്റെ അടിസ്ഥാനം എന്താ? അത് ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എന്ത് ചെയ്യലാണ്? പിൻപറ്റ്. നമ്മളെ ശരീരങ്ങൾ തോന്നുകയാണ് പഠിക്കേണ്ടെന്ന് തോന്നുക, കടന്നുറങ്ങാമെന്ന് തോന്നുക, ഇങ്ങനെ ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിങ്ങനെ വഴിപ്പെട്ടുകൊണ്ടിരിക്കുക. അതാണ് പരാജയത്തിൻ്റെ മെയിൻ കാരണം. അതാണ് പറയുന്നത് തിബാഉ അഹ്വ റഅ്സു ശർരി ഹബായില. എല്ലാ മോശത്തരത്തിൻ്റെയും എല്ലാ പരാജയത്തിൻ്റെയും അടിസ്ഥാനം, മുഖ്യമായ ഘടകം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ പിൻപറ്റലാണ്. അടുത്ത തഖ്വ എന്ന് പറയുന്ന അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവൻ്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇവിടെ തഖ്വൻ്റെ വേറൊരു വിശദീകരണം പറഞ്ഞു. നമുക്ക് ഇത് പഠിച്ചാൽ മതി, ഇതാണ് ഏറ്റവും എളുപ്പമുള്ളത് അല്ലേ. അടുത്തത് ഖുർആൻ പല സ്ഥലങ്ങളിലും തഖ്വയുടെ ഗുണങ്ങൾ. ഇനി നമുക്ക് പറയേണ്ടത് തഖ്വയുടെ ഗുണങ്ങളിൽ നിന്ന് 4 എഴുതുക അല്ലെങ്കിൽ 3 എഴുതുക എന്ന് പറയും. അപ്പോൾ ഇതിൽ ഏറ്റവും ഷോർട്ടായത് നിങ്ങൾ പഠിക്കുക. എന്തൊക്കെയാണ് തഖ്വൻ്റെ ഗുണങ്ങൾ? അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കും, അള്ളാഹുവിൽ നിന്ന് ഇൽമു ലഭിക്കും, പ്രയാസങ്ങൾ നീങ്ങും. അപ്പോൾ ഇവിടെ എളുപ്പമുള്ള ഞാൻ പറയാം, ഏറ്റവും ഷോർട്ടായത് നമുക്ക് ആലോചിച്ചാൽ ഓർമ്മ കിട്ടുന്ന 2. നരകമോചനം ലഭിക്കും എന്ന് പറഞ്ഞാൽ നരകത്ത് കടക്കൂല, സ്വർഗപ്രവേശനം ലഭിക്കും അഥവാ സ്വർഗത്ത് കടക്കും. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ മതിയല്ലോ. നരകമോചനം നേടും, സ്വർഗപ്രവേശനം കിട്ടും. പഠിച്ചില്ലേ? നരകമോചനം നേടും, അപ്പം തന്നെ 2 ഇനി പാപമോചനം നേടുക അഥവാ എന്താ? ദോഷങ്ങളൊക്കെ നമുക്ക് അള്ളാഹു പുറത്തു തരും. അപ്പോൾ പാപമോചനം തേടുക. അപ്പോൾ ഇത് 3 എളുപ്പമുള്ളതാണ്, ഇത് 3. പിന്നെ ഇവിടെ 2 1 പഠിക്കുക. പ്രയാസങ്ങൾ നീങ്ങും, പിന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കും. ഇതെന്തായാലും ഓർമ്മ ഉണ്ടാവുമല്ലോ. തഖ്വ പറഞ്ഞാൽ തന്നെ അള്ളാഹിൻ്റെ പ്രീതി ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുക, പിന്നെ പാപമോചനം നേടുക, നരകമോചനം നേടൽ, സ്വർഗപ്രവേശനം ലഭിക്കൽ, ദോഷം പൊറുക്കലൊക്കെ ഉണ്ട്. ഇനി ഈ ഹദീസ് പഠിക്കണം. എന്താ ചെയ്യുക? ഇങ്ങനെ പഠിക്കാൻ വേറൊരു നിർവാഹമില്ല. കുറേ അറബികൾ വരുന്നുണ്ട്, ഹദീസുകളും വാക്കുകളൊക്കെ ആയിട്ട്, ആയത്തുകളൊക്കെ ആയിട്ട്. അതിങ്ങനെ പഠിക്കുക. ദുറൂസിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇങ്ങനത്തെ കുറേ പഠിക്കാണ്ടാവും. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅത്ബഇ സയ്യിഅത്തൽ ഹസന തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. അറബിയും അർത്ഥവും പഠിക്കണം, വേറൊരു നിർവാഹമല്ല. എന്താ അതിൻ്റെ അർത്ഥം? നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഒരു തെറ്റ് സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക. ഇത് വരും സാധ്യത വളരെ കൂടുതലാണ്. ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക. ഒരു തെറ്റ് സംഭവിച്ചാൽ ഡാഷ് എന്താ? ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക. അത് പാപത്തെ മായ്ച്ചു കളയും. മനുഷ്യരോട് നല്ല സ്വഭാവത്തോടെ നീ പെരുമാറുക. അള്ളാഹു നമ്മെ മുത്തഖികളിൽ പെടുത്തട്ടെ, ആമീൻ. അത് പഠിച്ചില്ലേ? ഇത്തഖില്ലാ ഹൈസുമാ കുന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. വഅത്ബഇ സയ്യിഅത്ത അൽ ഹസനത തംഹുക.
എന്താണ്, ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക, അത് പാപത്തെ മായ്ച്ചു കളയും. ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസൻ, നാസ് പറഞ്ഞ ജനങ്ങൾ എന്നർത്ഥം കേട്ടോ. അപ്പോൾ മനുഷ്യരോട് നല്ല സ്വഭാവത്തോടെ നീ പെരുമാറുക. 3 സ്റ്റെപ്പായിട്ട് അർത്ഥം പഠിച്ച് പഠിക്കുക. ഓക്കെ, അടുത്തത് ഉത്തരം പറയാം. എന്താണ് തഖ്വ എന്നാൽ എന്ത്? നമ്മൾ നേരത്തെ പഠിച്ച എളുപ്പമുള്ള ഇത് പഠിച്ചാൽ മതി. എന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വിടിയുകയും ചെയ്യലാണ് തഖ്വ. അടുത്തത്, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും ആദരവുള്ളവർ ആരാണ്? അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. അടുത്ത്, തഖ്വ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളിൽ 3 എഴുതുക. തഖ്വ കൊണ്ട് എന്തൊക്കെ ലഭിക്കാം? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ടായി പറഞ്ഞത് പഠിച്ചാൽ മതി. അടുത്ത ഇന്നാക്രമം, ഞാൻ പറഞ്ഞില്ലേ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇന്നാക്രമക്കും ഡാഷ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 5ാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കേണ്ടത്, 4ാം ക്ലാസ്സിൽ നിങ്ങൾ പുതിയ പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ട് കുഴപ്പമില്ല. എന്താണ്, പുതിയ പുസ്തകത്തിൽ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നന്നായി പഠിക്കണം. കാരണം അത് ആ രൂപത്തിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരിക. പിന്നെ ഈ പാട്ട് തഖ്വല്ലില്ലാഹി മദാർ, അപ്പോൾ ആ പാഠത്തിലൊരു പാട്ട് പഠിച്ചു, ഈ പാഠത്തിലൊരു പാട്ട് ഉണ്ടല്ലേ. അടുത്തത്, അപ്പോൾ ഈ പാഠം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. വേഷം. എന്താണ് പാഠത്തിൻ്റെ പേര്? വേഷം. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം ഒരു സ്വഹാബിൻ്റെ പേരാണ്. എന്താ സ്വഹാബി? ഖുറൈമുൽ അസദി റളിയല്ലാഹു അൻഹു. ഖുറൈമുൽ അസദി റളിയല്ലാഹു അൻഹു. പിന്നെ ഇവിടെ വേറെ സ്വഹാബിൻ്റെ പേരുണ്ട്, ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്താ സ്വഹാബിൻ്റെ പേര്? സഹ്ൽ ബിനു ഹൻദലിയ എന്നു പേരുള്ള ഒരു സ്വഹാബി ഡമസ്കസിൽ ജീവിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഖുറൈമുൽ അസദി ഒരു നല്ല മനുഷ്യനാണ്. എന്താ പറഞ്ഞത്? ആ സ്വഹാബിൻ്റെ പേര് പഠിക്കണം, ഖുറൈമുൽ അസദി. എന്നാൽ മുടി നീട്ടി വളർത്തുകയും പിന്നെ ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലം അദ്ദേഹം ഒഴിവാക്കിയിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് താല്പര്യപ്പെടുന്നത്? മുടി നീട്ടി വളർത്തുക. അയാളുടെ ഒരു മോശപ്പെട്ട സ്വഭാവമാണ് മുടി നീട്ടി വളർത്തുക. ഇന്നത്തെ നമ്മളെ മക്കളൊക്കെ ചെയ്യുന്ന പോലെ മുടി ഭയങ്കര നീട്ടി വളർത്തുക, അത് നബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുക. ഉടുമുണ്ട് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ നമ്മൾ എടുക്കുന്ന പാൻ്റാണെങ്കിലും തുണിയാണെങ്കിലും ഒക്കെ ഞെരിയാണിക്ക് താഴെ ഇറക്കുക. ആ ചെയ്യുന്ന ശീലം എന്തായിരുന്നു? അദ്ദേഹം ഒഴിവാക്കിയാൽ നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് ഞെരിയാണിക്ക് മേലേക്ക് പാൻറ് കയറ്റാൻ പറഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് വിഷമാണ്. അയ്യേ മോശം എന്നുള്ള നിലക്കാണ് കാണുന്നത്. പക്ഷെ നബിൻ്റെ ഇഷ്ടമാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. നമ്മൾ നാട്ടിലുള്ള മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ആളുകളെ നമ്മളെ കളിയാക്കുമെന്നല്ല നമ്മൾ നോക്കേണ്ടത്. നബിക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. നബിക്ക് ഇഷ്ടം കിട്ടിയാൽ, നബിൻ്റെ ഇഷ്ടം കിട്ടിയാൽ നാളെ നമുക്ക് അള്ളാൻ്റെ ഇഷ്ടം കിട്ടും. അങ്ങനെ നമ്മൾ രക്ഷപ്പെടും. നാട്ടുകാരെ ഇഷ്ടം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ കുട്ടികൾ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ നല്ല കാര്യം ഒഴിവാക്കിയാൽ നമുക്കാ നഷ്ടം. അതുപോട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലമായിരുന്നു അദ്ദേഹത്തിനുണ്ട്. ആ 2 ശീലം നമ്മൾ പഠിക്കണം. എന്തായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന ശീലം? അതായത് ഖുറൈമുൽ അസദി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്ന 2 ദുസ്വഭാവങ്ങൾ, മോശപ്പെട്ട സ്വഭാവം എന്തായിരുന്നു? മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുന്ന ശീലം. എന്നിട്ട് ഇത് കേട്ട സ്വഹാബികൾ ചിലർ ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചു. ഉടനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റി കൊടുക്കുകയും ചെയ്തു. കണ്ടോ? അപ്പോൾ നബിൻ്റെ ഇഷ്ടം എന്താണോ അത് മൂപ്പര് ചെയ്തു. എന്ത് ചെയ്തു? എത്രയും പെട്ടെന്ന് മുടി വെട്ടി. ഇപ്പോൾ നമ്മളോട് ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ഉസ്താദുമാരോ മുടി മുറിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മുടി മുറിക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിനോട് ഇങ്ങനെ നബിൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? ആ സ്വഹാബി വേഗം പോയിട്ട് മുടി മുറിച്ചു, ഉടുമുണ്ട് ഞെരിയാണിക്ക് മേലെ ഉയർത്തി. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ അധികം ഇഷ്ടപ്പെടുകയും തങ്ങളുടെ ഇഷ്ടം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നാം വേഷവിധാനത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നബിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നബിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ചെയ്യണ്ട ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമ്മളിവിടെ പഠിക്കേണ്ടത് ഒന്ന്, ആ സ്വഹാബിൻ്റെ പേര് ഖുറൈമുൽ അസദി. പിന്നെ ഖുറൈമുൽ അസദിയിൽ ഉണ്ടായിരുന്ന 2 ദുസ്വഭാവങ്ങൾ എന്തായിരുന്നു? പിന്നെ ഇവിടെ എന്താണ് ആ വിവരം അദ്ദേഹം അറിയിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അത് ചിലപ്പോൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വരാം. എന്താ? ഉടനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഓർത്തു വെക്കുക. അടുത്തത്, ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? വേഷത്തിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വസ്ത്രം ഔറത്ത് മറയുന്നതായിരിക്കണം. വൃത്തിയുള്ളതാവണം. ഏറ്റവും ഷോർട്ടായത് നമുക്ക് പഠിക്കാം. വൃത്തിയുള്ളതാവണം. ഇത് ഏറ്റവും ഷോർട്ടാണ്.
വൃത്തിയുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. പിന്നെ ദുർമാർഗികളെ അനുകരിക്കരുത്. ദുർമാർഗികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കളിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഈ വേൾഡ് കപ്പിൻ്റെ കളിക്കാർ, അങ്ങനെ ഫുട്ബോൾ കളിക്കാർ, അങ്ങനെ സിനിമാ നടന്മാർ, അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനുകരിക്കാൻ പാടില്ല. അവരിടുന്ന ഡ്രസ്സ് ഇടുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ സ്ത്രീ തലമുടി കളയരുത്. അതായത് സ്ത്രീകൾ തലമുടി എന്ത് ചെയ്യാൻ പാടില്ല, മുറിക്കാൻ പാടില്ല. അതുപോലെ പുരുഷൻ തലമുടി പിരടി വെട്ട് നീട്ടരുത്. പുരുഷൻ തലമുടി നീട്ടാം, പക്ഷേ അതിൻ്റെ പിരടി വിട്ട് നീട്ടാൻ പാടില്ല. ക്രോപ്പ് ചെയ്യരുത്. എന്താ ക്രോപ്പ് ചെയ്യുക പറഞ്ഞാൽ, ഇന്നിപ്പോൾ എല്ലാവരും ക്രോപ്പ് ചെയ്യല്. ക്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തലയിലെ മുടിയിലെ ഒരു ഭാഗം എന്ത് ചെയ്യുക, കുറച്ച് നന്നാക്കി താഴ്ത്തി കട്ട് ചെയ്യുക, മറ്റേ ഭാഗം അത്ര താഴ്ത്താതെ കട്ട് ചെയ്യുക. അപ്പോൾ അതിനാണ് ക്രോപ്പ് ചെയ്യാറ്. അപ്പോൾ അത് പാടില്ല. പിന്നെ അത് നബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ അവയവങ്ങളുടെ ആകൃതിയും അളവും പ്രകടമാകുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിൻ്റെ ഷേപ്പ് കാണുന്ന രൂപത്തിൽ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കരുത്. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കാൻ പാടില്ല. പുരുഷൻ നെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം ധരിക്കരുത്. പുരുഷൻ പട്ട്, സ്വർണം, വെള്ളി എന്നിവ ധരിക്കരുത്. ഇത് ശരിക്കും പഠിച്ചു വെച്ചോട്ടോ. പുരുഷൻ എന്താ ധരിക്കാൻ പാടില്ലാത്തത്? പട്ട്, സ്വർണം, വെള്ളി. പട്ട്, സ്വർണം, വെള്ളി. പട്ട്, സ്വർണം, വെള്ളി പഠിച്ചില്ലേ? ധരിക്കാൻ പാടില്ല. എന്നാൽ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണ്. ഇത് തെറ്റും ശരിയും അടയാളപ്പെടുത്താൻ വരുന്ന ചോദ്യത്തിൽ ഒരു പക്ഷേ ഇതുണ്ടാവും. ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷൻ എന്താണ്? സുന്നത്താണ്. എന്താണ്? സുന്നത്ത്. എന്താ പുരുഷന് സുന്നത്ത്? ഒരു വെള്ളി മോതിരം കേട്ടോ, ഒരു വെള്ളി മോതിരം. എന്നാൽ മൊത്തത്തിൽ പട്ട്, സ്വർണം, വെള്ളി എന്നിവ എന്ത് ചെയ്യാൻ പാടില്ല, ധരിക്കാൻ പാടില്ല. പക്ഷെ അതിലൊന്ന് മാത്രം എന്താ, ഒരു വെള്ളി മോതിരം മാത്രം പറ്റും. അടുത്തത് പുരുഷവേഷം. ഇത് പരീക്ഷയ്ക്ക് വരും എന്നുള്ളത് 100% ഉറപ്പാണ്. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചത് ആരെയാണ്? പുരുഷന്മാരെന്ത് ചെയ്യുക? പെണ്ണുങ്ങളെ വേഷം ഇടുക. പെണ്ണുങ്ങൾ എന്ത് ചെയ്യുക? ആണുങ്ങളെ പോലെ പാൻറ്റൊക്കെ ഇട്ടിട്ട് നടക്കുക. അപ്പോൾ പല കുട്ടികൾക്കും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഞങ്ങളതിന് പാൻറ് ഇടുന്നുണ്ടെങ്കിലും ടീഷർട്ട് ഇടുന്നുണ്ടെങ്കിലും അത് പെണ്ണുങ്ങളെ ടീഷർട്ട് അല്ലേ? അങ്ങനൊന്നും ഉണ്ടാവില്ല. പെണ്ണുങ്ങൾക്കൊരു ടീഷർട്ട്, പെണ്ണുങ്ങളെ പാൻറ് പറഞ്ഞിട്ടൊരു പാൻറ് ഉണ്ടാവില്ല. പാൻറ്റും ടീഷർട്ടും എന്ന് പറയുന്ന ആണുങ്ങളുടെ ഡ്രസ്സാണ്. അതിപ്പോഴാണ് ഈ എന്താണ് നമ്മളിപ്പോൾ ഈ ലിബറൽ കാലത്ത്, ഈ മോഡേൺ കാലത്ത് മാറിയതാണ്. പണ്ട് നമ്മളെ ഉമ്മമാരും നമ്മളെ പെങ്ങന്മാരൊക്കെ ഇട്ടിരുന്ന ചുരിദാറാണല്ലോ. അതിപ്പോൾ മാറിയിട്ട് എന്തായി, ഒരു പാൻറ്റും പിന്നെ പാൻറ്റും ടീഷർട്ടും അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അതൊന്നും ശരിയല്ല. അത് നമ്മൾ മുസ്ലിങ്ങളും ഉസ്താദ്മാരെ കുട്ടികളും തങ്ങന്മാരും എല്ലാവരും ഇടുന്നുണ്ട് വിചാരിച്ചിട്ട് അതൊന്നും ശരിയല്ല. ശരിയായ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ തെറ്റായ കാര്യമാണ്. അഥവാ പുരുഷന്മാരുടെ വേഷമാണ് ഒക്കെ ഇടുന്നത്, അതൊക്കെ വലിയ തെറ്റാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ ഒഴിവാക്കണം. അതാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? പുരുഷവേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതാണ്. പിന്നെ എങ്ങനെ നമ്മൾ സ്വർഗത്ത് പോവുക? അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷന്മാരും എന്ത് ചെയ്യണം? അത് ചെയ്യാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതാണ്. ഇനി ഉത്തരം നോക്കുക, ചോദ്യം നോക്കുക. ഹുറൈമുൽ അസദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയ 2 ശീലങ്ങൾ നന്നായി പഠിക്കണം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. എന്താണ്? മുടി നീട്ടി വളർത്തുകയും ഉടുമുണ്ട് ഞെരിയാണിക്ക് താഴെ ഇറക്കുകയും ചെയ്യുക. അടുത്തത്, തൻ്റെ വേഷത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൃപ്തി പ്രകടിപ്പിച്ചത് അറിഞ്ഞപ്പോൾ ഹുറൈമു ചെയ്തത് എന്താണ്? കണ്ടോ, ഹുറൈം റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? കണ്ടോ, ഞാൻ പറയില്ലേ എന്താ ചെയ്തത്? ഉടനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറച്ചു. എന്താ പഠിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാകുന്ന വിധത്തിൽ മുടിയുടെ നീളം കുറച്ചു, ഉടുമുണ്ട് കയറ്റി കൊടുത്തു. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച വേഷവിധാനം ഏത്? കണ്ടോ, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും. അടുത്തത് അത് വേറെ. അപ്പോൾ ഇൻഷാ അള്ളാ ഇതാണ്. പിന്നെ ഇതിലിപ്പോൾ ഇത് ചോദിച്ചിട്ടില്ല, ഇതിൻ്റെ ചോദ്യം വന്നിട്ടില്ല. ഇതെന്തായാലും ചോദിക്കും, 100% ഞങ്ങൾക്ക് ഉറപ്പ് തരാം ഇത് പരീക്ഷയ്ക്ക് വരും. എന്താണ് വേഷത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ് വേഷത്തിൽ ശ്രദ്ധിക്കേണ്ട? ഒരു 3 കാര്യങ്ങൾ എഴുതുക, അല്ലെങ്കിൽ 4 കാര്യങ്ങൾ എഴുതുക എന്ന് പറയും. അപ്പോൾ വൃത്തിയുള്ളതാവണം. എളുപ്പമുള്ള പഠിച്ചാൽ മതി. വസ്ത്രം ഔറത്ത് മറക്കണം. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വസ്ത്രം ഔറത്ത് മറയുന്നതാവണം, വൃത്തിയുള്ളതാവണം. പിന്നെ എന്താണ്? സ്ത്രീ തലമുടി കളയരുത്. സ്ത്രീ തലമുടി കളയരുത്. എളുപ്പമുള്ള ഞാൻ പറയണം. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിക്കരുത്. പിന്നെ ഇതിൽ പൂരിപ്പിക്കാനാണ് വരിക. പിന്നെ ഈ പുരുഷൻ്റെ പട്ട്, സ്വർണം അതൊക്കെയാണ് വരിക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി പഠിക്കുക. അസ്സലാമു അലൈക്കും.